celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. കോർപ്പറേറ്റ് രംഗത്തും മാധ്യമ രംഗത്തും വിജയഗാഥ രചിച്ച ഡോക്ടർ കൃഷ്ണ കിഷോറിന് പ്രശസ്തമായ പെൻസിൽവാനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപൂർവ ബഹുമതി. യൂണിവേഴ്സിറ്റിയിലെ മുൻ വിദ്യാർത്ഥിയായ അദ്ദേഹത്തിന് 2024 ഔട്ട്സ്റ്റാൻഡിംഗ് അലുമിനി അച്ചീവ്മെന്റ് അവാർഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു. യൂണിവേഴ്സിറ്റി ഡീൻ മെറിൻ ഹാർഡിൻ അധ്യക്ഷത വഹിച്ചു. PhD കാലഘട്ടത്തിൽ മികച്ച വിദ്യാർത്ഥിയായിരുന്ന കൃഷ്ണ കിഷോർ അതിനുശേഷം അമേരിക്കൻ കോർപ്പറേറ്റ് രംഗത്ത് പ്രത്യേകിച്ച് ടെലികമ്മ്യൂണിക്കേഷൻ ഡിജിറ്റൽ ഇന്നവേഷൻ മേഖലയിൽ നൽകിയ സംഭാവനകളാണ് അദ്ദേഹത്തെ മികച്ച പൂർവ്വ വിദ്യാർത്ഥിക്കുള്ള പുരസ്കാരത്തിന് അർഹനാക്കിയതെന്ന് ഡിൻ ഹാർഡിൻ പറഞ്ഞു. പെൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡോൺ ഡെലിറസാരിയോ കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിലാണ് അവാർഡുകൾ നൽകിയത്. അതോടൊപ്പം പെൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്ക് അദ്ദേഹം കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി നൽകി വരുന്ന സംഭാവനകളും പൊതുരംഗത്ത് നടത്തിവരുന്ന സജീവമായ ഇടപെടലുകളും അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കി. 1990-96 കാലഘട്ടത്തിലാണ് കൃഷ്ണ കിഷോർ പെൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ PhD ബിരുദത്തിനായി പഠനവും ഗവേഷണവും നടത്തിയത്. ആഗോള ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലെ ടെക്നോളജി രംഗത്തുള്ള മാറ്റങ്ങളും സ്വകാര്യവൽക്കരണത്തിന്റെ രീതികളും സംബന്ധിച്ചായിരുന്നു ഗവേഷണം. 1996 PhD കരസ്ഥമാക്കിയ അദ്ദേഹം 2 വർഷത്തോളം അവിടെ ഫാക്കൽറ്റിയായും പ്രവർത്തിച്ചു. യൂണിവേഴ്സിറ്റിയുടെ ഗ്രാജുവേറ്റ് സ്കൂളിന്റെ അലുമിനി ബോർഡിലും അംഗമായിരുന്നു. അതോടൊപ്പം തന്നെ ഗ്രാജുവേറ്റ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഗവേഷണ പ്രബന്ധങ്ങൾ വിലയിരുത്തുന്നതിൽ വോളണ്ടിയറായി പ്രവർത്തിക്കുകയും ചെയ്തു. യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും കൃഷ്ണ കിഷോറിന്റെ ഗൈഡുമായിരുന്ന പ്രശസ്ത എഡ്യൂക്കേറ്റർ ഡോക്ടർ ജോൺ സ്പൈസർ നിക്കൽസ് ചടങ്ങിൽ പങ്കെടുത്തു. കൃഷ്ണ കിഷോറിന്റെ വിജയത്തിൽ ഏറ്റവും അധികം അഭിമാനം കൊള്ളുന്ന വ്യക്തി താനാണെന്ന് ഡോക്ടർ നിക്കൽസ് ചടങ്ങിൽ സംസാരിക്കവേ പറഞ്ഞു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച 5 പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിച്ചു. പെൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപൂർവ ബഹുമതി ലഭിക്കുന്ന ആദ്യ മലയാളി PhD ബിരുദധാരിയാണ് ഡോക്ടർ കൃഷ്ണ കിഷോർ. പുരസ്കാര ചടങ്ങിൽ ഡോക്ടർ കൃഷ്ണ കിഷോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും സംസാരിച്ചു. ഇന്നത്തെ ലോകത്തിലെ പ്രധാന കമ്പനികളെല്ലാം ഏറ്റവും അധികം നിക്ഷേപങ്ങൾ നടത്തുന്നത് AI മേഖലയിലാണ്. AI ഉൽപ്പന്നങ്ങളും സർവീസുകളും വികസിപ്പിക്കാൻ ശ്രദ്ധ ചെലുത്തുമ്പോൾ തന്നെ കമ്പനികളിലെ ജീവനക്കാരെ AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യം കൂടി ഇപ്പോൾ കമ്പനികൾക്കുണ്ട്. ഈ ടെക്നോളജിയുടെ അഭൂതപൂർവ്വ വളർച്ചയെ നമ്മൾ കാണുമ്പോൾ കരുതലോടെ ധാർമ്മികതയിലൂന്നി ഇത് ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധ ചെലുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് 2 പതിറ്റാണ്ടിലധികം പ്രവർത്തിച്ച കൃഷ്ണ കിഷോർ ബെൽ കമ്മ്യൂണിക്കേഷൻ റിസർച്ചിൽ ഡയറക്ടറായിരുന്നു. 10ഓളം രാജ്യങ്ങളിലെ ടെലികമ്മ്യൂണിക്കേഷൻ മേഖല നവീകരിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. തുടർന്ന് 14 വർഷം ആഗോള കൺസൾട്ടൻസി ആയ ഡിലോയറ്റിൽ ഉന്നത സ്ഥാനത്തിൽ പ്രധാന നേട്ടങ്ങൾ കൈവരിച്ചു. ഇപ്പോൾ ന്യൂയോർക്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൺസൾട്ടിംഗ് കമ്പനിയായ പ്രൈസ് വാട്ടർ കുപ്പേഴ്സിൽ സീനിയർ ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. തിരക്കേറിയ കോർപ്പറേറ്റ് ജീവിതത്തിലും ലോകമെമ്പാടും സുപരിചിതനായ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. കഴിഞ്ഞ 18 വർഷമായി ഏഷ്യാനെറ്റിന്റെ അമേരിക്കയിലെ മുഖമായ കൃഷ്ണ കിഷോർ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നോർത്ത് അമേരിക്കൻ മേധാവിയും ചീഫ് കറസ്പോണ്ടന്റുമാണ്. 20ലധികം മാധ്യമ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഈയിടെയാണ് ന്യൂജേഴ്സി ഗവർണർ ഫിൽ മർഫി കൃഷ്ണ കിഷോറിനെയും ഭാര്യ വിദ്യ കിഷോറിനെയും ന്യൂജേഴ്സി ഇന്ത്യ കമ്മീഷനിൽ അംഗങ്ങളാക്കിയത്. ഭാര്യ വിദ്യ കിഷോർ, മക്കൾ സംഗീത കിഷോർ, ഭാര്യ മാതാവ് രാജീവ് വേണുനാഥ് എന്നിവർ പുരസ്കാര ചടങ്ങിന് എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.